അവസാന പന്തുവരെ ആരാധകരെ ത്രസിപ്പിച്ച മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 4 റൺസിന് കീഴടക്കി ഡൽഹി ക്യാപിറ്റൽസ് ഇംപാക്ട് പ്ലെയറായി ഇറങ്ങി ബാറ്റിംഗ് വെടിക്കെട്ട് നടത്തിയ സായ് സുദർശനും വീരോചിത പോരാട്ടം കാഴ്ചവെച്ച ഡേവിഡ് മില്ലറും ഫിനിഷറുടെ റോൾ ഏറ്റെടുത്ത റാഷിദ് ഖാനും പൊരുതിയെങ്കിലും ഡൽഹിയുടെ റൺമലയ്ക്ക് മുന്നിൽ പൊരുതി വീഴാനായിരുന്നു ഗുജറാത്തിന്റെ വിധി. മുകേഷ് കുമാർ എറിഞ്ഞ അവസാന ഓവറിൽ 19 റൺസായിരുന്നു ഗുജറാത്തിന് ജയിക്കാൻ വേണ്ടിയിരുന്നത്. ആദ്യ 2 പന്തും ബൗണ്ടറി കടത്തിയ റാഷിദ് ഖാൻ പ്രതീക്ഷ നൽകിയെങ്കിലും അടുത്ത 2 പന്തിലും സിംഗിൾ ഓടിയില്ല. 5-ാം പന്ത് സിക്സറിന് പറത്തിയെങ്കിലും അവസാന പന്തിൽ ജയിക്കാൻ 5 റൺസ് വേണ്ടപ്പോൾ സിംഗിൾ എടുക്കാനേ റാഷിദിന് കഴിഞ്ഞുള്ളൂ. ജയത്തോടെ ഗുജറാത്തിനെ മറികടന്ന് ഡൽഹി 8 പോയിന്റുമായി 6-ാം സ്ഥാനത്തേക്ക് കയറിയപ്പോൾ ഗുജറാത്ത് 7-ാം സ്ഥാനത്താണ്. സായ് സുദർശൻ 65 റൺസും മില്ലർ 55 റൺസും സ്വന്തമാക്കി. 225 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ടൈറ്റൻസിന്റെ ഇന്നിംഗ്സ് 220-ൽ അവസാനിച്ചു. ഡൽഹിക്കായി റാഷിദ് സലാം 3 വിക്കറ്റ് വീഴ്ത്തി. സ്കോർ: ഡൽഹി ക്യാപിറ്റൽസ് 20 ഓവറിൽ 4-ന് 224, ഗുജറാത്ത് ടൈറ്റൻസ് 20 ഓവറിൽ 8-ന് 220. ഡേവിഡ് മില്ലറും റാഷിദ് ഖാനും ക്രീസിലുള്ളപ്പോൾ അവസാന 3 ഓവറിൽ 49 റൺസായിരുന്നു ഗുജറാത്തിന് ജയിക്കാൻ വേണ്ടിയിരുന്നത്. 18-ാം ഓവറിലെ 3-ാം പന്തിൽ അതുവരെ തകർത്തടിച്ച ഡേവിഡ് മില്ലർ മടങ്ങിയതോടെ ഗുജറാത്ത് ടൈറ്റൻസ് തോൽവി ഉറപ്പിച്ചതാണ്. അവസാന 2 ഓവറിൽ 37 റൺസ് വേണ്ടിയിരുന്ന ഗുജറാത്തിനായി റാഷിദ് സലാം എറിഞ്ഞ 19-ാം ഓവർ 18 റൺസടിച്ച് സായ് കിഷോറും റാഷിദ് ഖാനും ചേർന്ന് അവസാന ഓവറിലെ ലക്ഷ്യം 19 ആക്കി.